ഒറ്റപ്പാലത്ത് വൻ നിക്ഷേപ തട്ടിപ്പ്. നിക്ഷേപകരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കലാക്കിയ ശേഷം സ്വകാര്യ ചിട്ടി സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയതായാണ് പരാതി. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ കണ്ണിയമ്പുറത്തെ ശാഖ കഴിഞ്ഞ ഒരാഴ്ചത്തോളമായി അടഞ്ഞുകിടക്കുന്ന നിലയിലാണ്. നമ്മള് ഒറ്റപ്പാലത്തെ കണ്ണിയമ്പുറത്തുള്ള ഒരു കുറിയുണ്ട്, കാരാട്ട് കുറീസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഓഫീസിൽ കുറി കയറുന്നുണ്ടായിരുന്നു, 2 നിറക്കുണ്ട്. നമ്മളത് കുറി വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തി നോക്കുമ്പോൾ ഇവര് ഷട്ടറിന് താഴത്ത്, മുകളിലാണ് ഇവര് ഓഫീസ്, താഴത്തെ ഷട്ടറിന് പൂട്ടിട്ട് ശരി. നമ്മളത് എന്താന്ന് ഇവിടുത്തെ തൊട്ടടുത്ത കടയിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു തലേദിവസം രാത്രി ഒരു 1:45-2 മണിയോട് കൂടി കമ്പ്യൂട്ടർ സാധനങ്ങൾ മുഴുവൻ കാലിലേക്ക് പോയിരിക്കും. പിറ്റേ ദിവസം രാവിലെ ഇവര് അവിടുത്തെ സ്റ്റാഫുകൾ കൂടിയിട്ട്, മാനേജർ അടക്കമുള്ളവർ കൂടിയിട്ട് അതിന്റെ ഫയലുകളും അതിന്റെ ഡയറികളും ഒക്കെ അവർ ഓട്ടോയിൽ കയറ്റി പോവുകയും ചെയ്തതെന്ന് ഇവിടെ അടുത്തുള്ള കടക്കാർ നമ്മളോട് പറയുകയാണ്. അപ്പോഴാണ് നമ്മളിതിനെ കുറിച്ച് അറിയുന്നത്. നമ്മളിതിനെ കുറിച്ച് അന്വേഷിക്കൽ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർക്ക് 10-14 ബ്രാഞ്ച് ഉള്ളത് മുഴുവൻ ഒരൊറ്റ ദിവസം രാത്രി കൊണ്ട് ഇവർ മുഴുവൻ കാലിയാക്കി. നമ്മളൊക്കെ വെച്ചാൽ നമ്മളെന്ന് പറഞ്ഞ വാണിജ്യ സ്ഥാപനമാണ്, നമ്മുടെ ഒപ്പമുള്ളവർ മുഴുവൻ സ്ഥാപനം നടത്തുന്നവരാണ്. ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ആഴ്ചയിൽ കുറി, ആഴ്ചയിൽ നടക്കാണ്. അതായത് നമ്മൾ 50 ആഴ്ച കൂടെ തീരും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ഈ കുറിയിൽ കൂടിയത്. ഇതിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ നമുക്ക് കറക്റ്റായി അടച്ചില്ലെങ്കിൽ നമ്മൾ നടക്കില്ല എന്ന് പറയുമ്പോൾ ബുധനാഴ്ച നമ്മൾ എവിടെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് ആ കറക്റ്റായിട്ട് എമൗണ്ട് ഉള്ളൂ, എന്നാലും നടക്കിടുള്ളൂ എന്ന് പറയും. അപ്പൊ ഇതിലും ബൈജു എന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ടായിരുന്നു, അവനായിരുന്നു നമ്മളെ വന്ന് ചേർത്തത്. അവന്റെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ പക്ക ഫ്രോഡാന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം അവൻ നമ്മളോട് പറഞ്ഞ സാറേ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇൻഫോം ചെയ്തിട്ടേ പോകുള്ളൂ എന്ന് എന്നോടൊന്നല്ല എല്ലാവരോടും പറഞ്ഞത്. ഓരോരുത്തരും കുറി ചേർക്കണം എങ്ങനെയാ വെച്ചാൽ അപ്പുറത്ത് പോയിട്ട് ഞാൻ ഉണ്ടെന്ന് പറയും, ഇപ്പുറത്ത് പോയിട്ട് എന്നോട് വന്നിട്ട് വേറെ ആളുണ്ടെന്ന് പറയും, അവര് ചേർന്നുണ്ട്, അങ്ങനെ അവര് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട്. അവൻ ഇവിടുന്ന് ഒരു 2.5 മാസം മുന്നേ ഇവിടുന്ന് പോയിരിക്കുകയാണ്. അവൻ ഇവിടുന്ന് പൈസ എടുത്തിട്ട് പോയിട്ടോ എന്നുള്ളത് ഇപ്പൊ അവര് ഓഫീസിലുള്ളവർക്കേ അറിയുള്ളൂ. അപ്പൊ അവനെ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കില്ല, അവൻ ഗൾഫിൽ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അവൻ നമുക്കൊരു 6 മാസം കഴിഞ്ഞ് നമുക്ക് കുറി തരാന്നാ പറഞ്ഞായിരുന്നു. ആ സംഭവം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ മാനേജറെ വിളിച്ചു, അവര് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളോട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്, ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്നുണ്ടെന്ന് മാത്രമേ പറയൂ. കാരാട്ടുകുറി ഇവിടെ ഓഫീസിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ വെച്ചത് ഇവിടെ പൂട്ടി പോയെന്നുള്ള വിവരം. അപ്പൊ ഇവിടെ ഈ കടയിൽ ഈ ഓഫീസിന്റെ താഴെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് അവര് തലേദിവസം വന്നിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു പോയി. അപ്പൊ ഇത് വലിയ ഒരു സ്കാമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മള് അത്രയും പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കുറി കൂടിയത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അത്രയും അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ കുറിയിൽ ഒരുപാട് പ്രതീക്ഷ നമ്മൾ ഇതിൽ ചേരാൻ കാരണം. എന്തായാലും നമ്മള് ഇപ്പൊ പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോ സ്റ്റേഷനിൽ കാര്യങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു എത്രത്തോളം നടപടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഇപ്പൊ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഇപ്പൊ ഒരുപാടുണ്ട്, നമ്മളെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ട്, പരിചയത്തിലുള്ള ആൾക്കാരുടെ ലക്ഷ്യങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ടുള്ള വിവരം ഇപ്പൊ നമുക്ക് അറിയണ്ടാവില്ല. അവര് ഈ കുറിയിലുണ്ടുള്ളത് നമുക്ക് അറിയണ്ടാവില്ല. ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് അറിഞ്ഞ ശേഷമാണ് അവര് ഈ കുറിയിലുണ്ട് എന്നുള്ളത് പറഞ്ഞത്. എന്തായാലും നമുക്കിപ്പോ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വക ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോ എല്ലാവരും നിൽക്കുന്നത്. കാരാട്ടൂരിൽ നമ്മള് 3 കുറികളാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം ഒരു 100 പേരോളം ഇവിടെ നിക്ഷേപകരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് മാനേജറെ വിളിച്ചപ്പോൾ. അതുപോലെ നമ്മളിപ്പോ 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് അങ്ങനെ 5 ലക്ഷം വരെ കുറികൾ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോ ഞാനൊക്കെ ജൂൺ മാസം തുടങ്ങിയിട്ടുള്ള കുറിയാണ്. ജൂൺ മാസം അടവ് തുടങ്ങിയതാണ്. വീക്ക്ലി ക്ലാഷാണ് ഇവിടെ ഉള്ളത്. അതായത് വീക്ക്ലി പറഞ്ഞ ബുധനാഴ്ച നറുക്കെടുപ്പ്, വ്യാഴാഴ്ച നറുക്കെടുപ്പ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ ബില്ലുകൾ കൊടുക്കാനോ ആരെങ്കിലും ഇപ്പൊ വീട്ടമ്മമാരുണ്ട്, സാധാരണ വീട്ടമ്മമാര്, അങ്ങനെ എല്ലാവരും ഈ ഒരു നിക്ഷേപത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മാനേജർ വിളിച്ചപ്പോ നമ്മള് ഇവരെല്ലാം എല്ലാ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിയിട്ട് എല്ലാവരും എന്താ പറയുക ഇവിടെ മുങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഞങ്ങൾ നിയമ നടപടികളായിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി ആരൊക്കെയാണ് എത്രത്തോളം പേര് ഇനി ഇതിൽ പറ്റണമെന്ന് അറിയില്ല. അപ്പൊ എല്ലാവരും ഇപ്പോൾ കൂടി ജിപേയും ഗൂഗിൾ പേയും ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയ കുറിയാണെങ്കിൽ ഇവര് പറയുന്നത് 2000 രൂപ നറുക്കാണ് ആഴ്ചയിൽ. പക്ഷെ കിട്ടുന്നതാണെങ്കിൽ 1540 കിഴിവ് ഉള്ളത്. ഈ 1540 നമ്മൾ ബുധനാഴ്ച വ്യാഴാഴ്ച ഒരു ദിവസം അതിന്റെ ഉള്ളിൽ അടവ് ചെന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കിഴിവ് കിട്ടില്ല. അപ്പൊ 2000 രൂപ ഇവര് മേടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ കറക്റ്റ് ദിവസം തന്നെ നമ്മൾ ഈ കുറികൾ ഇവർക്ക് ജിപേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരുവില്ലാമലയിലാണ് എവിടത്തേക്കാളും വിലക്കുറവ്. ദിവാൻ കോട്ട്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റവ്, കട്ടിൽ, കുക്കർ, കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വിലക്കുറവ്.
അൻസിയ ഹോം അപ്ലയൻസസ്, റോയൽ പാർന്ന് പിൻവശം, തിരുവില്ലാമല. 9048052480.